ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ റീസെൻ്റ് അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ അപ്ഡേറ്റ്സ് ഈ ഒരു 1-2 മാസങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് റീസെൻ്റ് അപ്ഡേറ്റ് ആയ ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷനിൽ ജൂലൈ 1 വന്ന മാറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷനിൽ 2024 മുതൽ കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അത് അറിയായിരിക്കും. ക്യാപ്പ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് കോമ്പറ്റൻസി അസസ്മെന്റ് എക്സാം വന്നത് 2024 ജനുവരി മുതലാണ്. ഈ ഒരു പ്രോസസ്സ് മാറിയതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ അപ്ഡേറ്റ്സും നഴ്സിംഗ് കൗൺസിലിൽ വന്നിട്ടുണ്ടായിരുന്നു. UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ മുതലായ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സസിൻ്റെ ടോട്ടൽ അവേഴ്സ് 1800 ഉണ്ടെങ്കിൽ മാത്രമാണ് കൗൺസിലിൻ്റെ ലൈസൻസ് ഡയറക്റ്റ് കിട്ടൂ എന്നുള്ളൊരു അപ്ഡേറ്റും ഒക്കെ വന്നത് ഈ വർഷമായിരുന്നു. അതിന് മുമ്പ് വരെ അവർ ഫോളോ ചെയ്തിരുന്നത് ഈ പറഞ്ഞ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് എക്സ്പീരിയൻസ് മാത്രം മതിയായിരുന്നു. അത് ഇത്ര അവേഴ്സ് എന്ന് ആദ്യം പറഞ്ഞിരുന്നില്ല. അങ്ങനെയായിരുന്നു അത് ഫോളോ ചെയ്ത് വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ അവേഴ്സ് മിനിമം 1000 ആക്കി. 1000 അവേഴ്സ് ഉള്ള ആളുകൾക്ക് മാത്രം രജിസ്ട്രേഷൻ വേറെ ഒരു കോമ്പറ്റൻസി എക്സാമും ഇല്ലാതെ കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 2024 മുതലാണ് ഈ അവേഴ്സിനകത്ത് 1800 എന്നുള്ളൊരു ക്രൈറ്റീരിയ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ കൊണ്ടുവന്നത്. ഈ ഒരു പ്രോസസ്സായിരുന്നു നമ്മളെല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. GNMസിനും BSc കഴിഞ്ഞ ആളുകൾക്കും ഒക്കെ രജിസ്ട്രേഷൻ ന്യൂസിലാൻഡ് പാത്വേ വഴി കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ 2024 ജൂലൈ 1 ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇനി മുതൽ UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന RNസിന് കോമ്പിറ്റൻസി എക്സാം വേണം എന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്ന അപ്ഡേറ്റ്. ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ സൈറ്റിൽ ഒരു സെൽഫ് അസസ്മെൻറ്റ് ടൂൾ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ടൂൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ ഈ ഒരു ടൂൾ ആപ്ലിക്കബിൾ ആയിരിക്കും. ഓവർസീസിൽ നിന്ന് ക്വാളിഫിക്കേഷൻ എടുത്തിട്ടുള്ള ആളുകളും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയും അതുപോലെ സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്ന RNസിനും ഒക്കെ ഈ ഒരു ടൂള് ചെയ്ത് നോക്കിയിട്ട് വേണം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവരതിനകത്ത് പറയുന്നത് ഇനി നിങ്ങൾക്ക് ലൈസൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ OSCE എക്സാം അല്ലെങ്കിൽ കോമ്പിറ്റൻസി എക്സാം അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെയാണ്. ജൂലൈ 1 മുതലാണ് ഈ ചേഞ്ച് വന്നതെങ്കിലും ഞാൻ ഇതിൻ്റെ ഫുൾ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പം നമുക്ക് അതിൽ ഒരു വ്യക്തമായൊരു ആൻസർ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണും. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സാധാരണ വരുന്ന ഡൗട്ടൊക്കെ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എൻക്വയറി ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കോൾ ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അതിനു വേണ്ടി കോൾസ് ഇപ്പോൾ വരുന്നുണ്ട്. ഈ പ്രോസസ്സിൽ ചേഞ്ച് വന്നതുകൊണ്ട് ഇവിടെ ഡൗട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാവുന്നതാണ്. ഓസ്ട്രേലിയ എന്നൊരു ഡ്രീം കൺട്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പല നഴ്സസും UK, അയർലൻഡ് വഴിയൊക്കെ രജിസ്ട്രേഷൻ എടുത്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് വർഷങ്ങളായിട്ട് നടന്നു വരികയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ആരും വിചാരിക്കാത്ത വലിയൊരു മാറ്റം തന്നെയാണ് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ കൊണ്ടുവന്നത്. കാരണം UK, അയർലൻഡിനൊക്കെ നഴ്സസിന്റെ കുത്തൊഴുക്ക് തന്നെയായിരുന്നു എന്ന് പറയാം. ഒത്തിരി നഴ്സസ് ഇതുപോലെ പാത്വേ വഴി ഈ ഒരു 1-2 വർഷത്തിനുള്ളിൽ ലൈസൻസ് എടുത്തിട്ട് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തവരുണ്ട്. ലൈസൻസ് എടുത്തു വെച്ച ആളുകളുണ്ട്. ഒത്തിരി പേർക്ക് ജോബ് കിട്ടിയിട്ടുമുണ്ട്. എന്നാൽ ഇത് പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ച് ആളുകൾ അത് മിസ്യൂസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈസൻസ് കിട്ടി ഒരു എംപ്ലോയർ ഇവരെ സ്പോൺസർ ചെയ്ത് ലക്ഷങ്ങൾ മുടക്കി 186ഉം 482 ഒക്കെ കൊണ്ടുപോയിട്ട് അവരത് വേണ്ടാന്ന് വെച്ചിട്ട് എംപ്ലോയറിനെ സ്വിച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനൊക്കെ വന്നപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് കുറവായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ ഈ ഒരു പാത്വേ കൊണ്ടുവന്നത് തന്നെ ന്യൂസിലാൻഡിന്റെ ഷോർട്ടേജ് രജിസ്റ്റേർഡ് നഴ്സിന്റെ ഷോർട്ടേജ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ന്യൂസിലാൻഡിൽ ആരും വർക്ക് ചെയ്യാനായിട്ട് റെഡിയല്ല. എല്ലാവർക്കും ഓസ്ട്രേലിയയിൽ പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊരു ടൂളായിട്ട് കൂടി നാട്ടിലെ നഴ്സസും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ വന്നതുപോലെയാണ് ന്യൂസിലാൻഡ് ജൂലൈ 1 വന്ന് അപ്ഡേറ്റിൽ പറയുന്നത്. ഇനിയിപ്പോൾ അത്ര ഈസി ആയിട്ടൊന്നും ആർക്കും ലൈസൻസ് എടുക്കാനായിട്ട് പറ്റില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഇംഗ്ലീഷ് ടെസ്റ്റ് വേണ്ട, ക്യാപ്പ് വേണ്ട, കോമ്പിറ്റൻസി എക്സാം വേണ്ട, ജസ്റ്റ് പേപ്പർ വർക്ക് ചെയ്ത് ലൈസൻസ് എടുക്കാം. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല. ഇനി മുതൽ വരുന്നത് കോമ്പിറ്റൻസി എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി മുതൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും OSCE എക്സാം എഴുതേണ്ടി വരും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനി എക്സാം എഴുതാതെ പുതിയതായിട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ ആർക്കും ലൈസൻസ് കിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ആണ് വരണത് അത് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഓൾറെഡി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തവർക്ക് ഇത് ബാധകമാണോ? ഇപ്പം എനിക്ക് വരുന്ന കോൾസും മെസ്സേജസിലും ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ചോദിക്കുന്നത്.
പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓസ്കി എക്സാമോ കോമ്പിറ്റൻസി എക്സാമോ അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ജൂലൈ 1 മുമ്പ് പ്രോസസ്സ് ചെയ്ത ആളുകൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. ജൂലൈ 1 ശേഷം സ്റ്റാർട്ട് ചെയ്തവർക്കാണ് ഈ ഒരു ന്യൂ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ കേസ് മാനേജറിനെ അസൈൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓസ്കി അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. കേസ് മാനേജറിനെ അസൈൻ ആവാന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓസ്കിയുടെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. 1 ജൂലൈ 2024 മുമ്പ് മുതലാണ് നിങ്ങൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കേസ് മാനേജറിനെ അസൈൻ ആവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓസ്കി അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. റീസെന്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ജൂലൈ 1 ശേഷം ആപ്ലിക്കേഷൻ ഇടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞങ്ങൾ CGFNS സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇനി എക്സാം എഴുതേണ്ടി വരുമോ എന്നുള്ളത്. നമ്മൾ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ മെയിൽ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജൂലൈ 1 മുമ്പാണ് നിങ്ങൾ CGFNSന്റെ ആപ്ലിക്കേഷൻ ഫീസ് ആയ $300 പേ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ പ്രോസസ്സ് ആപ്ലിക്കബിൾ അല്ല എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു റിലീഫ് തന്നെയാണ്. കാരണം നമ്മളൊക്കെ വിചാരിച്ചത് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം മുതലാണ്, ആ ഒരു കാൻഡിഡേറ്റിന് മുതലാണ് പുതിയ റൂള് ബാധകമല്ലാത്തതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. CGFNSന്റെ ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്തവരെ കൂടെ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും പ്രോസസ്സ് പഴയത് തന്നെയായിരിക്കും. ഓസ്കി അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇതുവരെ ഒരു പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങൾക്ക് 1800 മണിക്കൂറായിട്ടുണ്ട്. ഞങ്ങൾ ഇനി CGFNSന്റെ പ്രോസസ്സ് ഒന്നേന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്സാം എഴുതേണ്ടി വരുമോ? ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ ഒരു പ്രോസസ്സ് വെച്ചിട്ട് ഓസ്കിയുടെ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് കൗൺസിലിൻ്റെ സൈറ്റിലും സെൽഫ് അസസ്മെന്റ് ടൂളിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ചാൻസ് നമുക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ കേസ് അനുസരിച്ചിട്ട് വേരി ചെയ്യുന്നത് ഇപ്പോഴും അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഹോപ്പ് ഉണ്ട്. എന്നാൽ മിക്കവാറും ഒരു 98% നിങ്ങൾ കോമ്പിറ്റൻസി എക്സാം ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, കുറേ ആളുകൾ ഇപ്പോൾ പകുതി പ്രോസസ്സിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ട്, സ്റ്റക്കായി നിൽക്കുന്നവരുണ്ട്. കേസ് മാനേജർ അസൈനായി, പക്ഷേ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് 1800 hours ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേസ് മാനേജർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, 1800 hours ആകുമ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ, ഞങ്ങൾ ലൈസൻസ് തരാം, അല്ലെങ്കിൽ ഫർദർ പ്രോസസ്സ് നമുക്ക് റീസ്റ്റാർട്ട് അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്, അവർക്ക് പഴയ പ്രോസസ്സ് തന്നെയായിരിക്കും. കാരണം നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ, ജൂലൈ 1 മുമ്പ് തന്നെയാണ് നിങ്ങളും പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, കേസ് മാനേജറിന് അസൈൻ ആയിരിക്കുന്നത്. പക്ഷേ വെയിറ്റ് ചെയ്യുന്നത് 1800 hours ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കും ഓസ്കി അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ കേസ് മാനേജറിനെ ഇൻഫോം ചെയ്യുക 1800 hours എപ്പോഴാണോ ആവുന്നത് അപ്പോൾ പഴയ പ്രോസസ്സ് റെസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓസ്കി അറ്റൻഡ് ചെയ്യേണ്ടി വന്നാലും ഇംഗ്ലീഷ് ടെസ്റ്റും കൂടി ഇനി എഴുതണോ? അത് ഞങ്ങൾക്ക് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ എത്തിയത്. ഇനിയും ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി ലൈസൻസ് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലായിരിക്കുന്നത്, ഇംഗ്ലീഷിൻ്റെ സ്കോർ റിക്വയർമെൻറ്റ് പറയുന്നില്ല. UK, അയർലൻഡ്, കാനഡ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ എക്സംഷൻ പറയത്തുള്ളത് തന്നെ ഉണ്ടാവും. പക്ഷേ ഓസ്കിയുടെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങളെല്ലാവരും ഈ പറയുന്ന കൺട്രിയിലൊക്കെ ഓസ്കി അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ് ലൈസൻസ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് ന്യൂസിലാൻഡിൻ്റെ ഓസ്കി എന്ന് പറയുന്നതും 10 സ്റ്റേഷൻസും ഒക്കെ വന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. കേസ് ടു കേസ് വേരി ചെയ്യും. കേസ് മാനേജറിന് അസൈൻ ആയി കഴിഞ്ഞാലാണ് അതും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി, ഇനി ആപ്ര അപ്ലൈ ചെയ്യുമ്പോഴേക്കും അവിടെ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ അവർ വേറൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. കണ്ടീഷണൽ രജിസ്ട്രേഷൻ ആയിരിക്കും ഇഷ്യൂ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതിന് ഇനിയും ക്ലാരിറ്റി വരാനുണ്ട്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യേണ്ടി വരും എന്നാണോ, അതോ വേറെ എന്തെങ്കിലും അസസ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. സോ അവിടെ എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും പഴയ പോലെ അത്ര ഈസി ആയിട്ട് രജിസ്ട്രേഷൻ കിട്ടുമെന്ന് തോന്നണില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷണൽ രജിസ്ട്രേഷൻ അവരവിടെ ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളതിന് ഫുൾ ക്ലാരിറ്റി വന്നിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇനിയിപ്പോൾ പഴയ പ്രോസസ്സ് ആർക്കൊക്കെയാണ് ഫോളോ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞത്
നമ്മുടെ ഇന്റർനാഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ പഠിച്ച നഴ്സസ് അല്ലെങ്കിൽ ഓവർസീസിൽ പഠിച്ച നഴ്സസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്തു. അവർക്ക് 1800 hours എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇനി കോമ്പിറ്റൻസി എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. എന്നാൽ UK, അയർലൻഡ്, കാനഡ, US ബാച്ചിലേഴ്സ് പഠിച്ച നഴ്സസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പഴയ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ വേറെ എക്സാംസും ഇംഗ്ലീഷ് ടെസ്റ്റും ഒന്നുമില്ലാതെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. എല്ലാവർക്കും നല്ല ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ എൻക്വയറീസ് നമ്മൾ തൽക്കാലം എടുക്കുന്നതല്ല, കാരണം ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. ഓൾറെഡി പ്രോസസ്സ് ചെയ്തവരും ചെയ്യാൻ പോകുന്നവരും ഒക്കെ. നമ്മളിപ്പോൾ തൽക്കാലം ഇതിൻ്റെ അപ്ഡേറ്റിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ന്യൂസിലാൻഡിലെ സൈറ്റിൽ കയറി നോക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഇടുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.